ഡിവൈഎഫ്ഐ അഞ്ചൽ ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എം സജാദിനെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര റൂറൽ എസ് പി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പുലമൺ ജംഗ്ഷനിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. താലൂക്കിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകർ രാവിലെ തന്നെ പുലമൺ ജംഗ്ഷനിലെത്തിയിരുന്നു. തുടർന്ന് നടന്ന മാർച്ച് റൂറൽ എസ് പി ഓഫീസിന് സമീപം റൂറൽ എസ് പി കെ.ബി. ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. ടിയർ ഗ്യാസ്, ജലപീരങ്കി എന്നിവയുൾപ്പെടെയുള്ള സംവിധാനവുമായാണ് സമരക്കാരെ നേരിടാൻ പോലീസ് നിരന്നത്. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പോലീസിന് നേർക്ക് കല്ലേറുണ്ടായി. തുടർന്ന് ചേർന്ന സമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ ഉപനേതാവുമായ കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷം, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കേസുകളും ഇതിന്റെ ഭാഗമായി പരിഗണിക്കാൻ പാടില്ല. ഇതോടൊപ്പം നിയമത്തിൽ വ്യക്തമായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമാണെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾ പ്രക്ഷോഭത്തിലോ സമരത്തിലോ പങ്കെടുക്കുന്ന അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കേസുകളൊന്നും ഈ ആക്ടിന്റെ പരിധി പ്രകാരം കസ്റ്റഡിയിൽ വെക്കാനുള്ള കുറ്റമല്ല ഇത് നിയമത്തിൽ വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. ഗുണ്ടാ ലിസ്റ്റിൽ ഒരാളെ ഉൾപ്പെടുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ തന്നെ ലംഘിക്കുകയാണെന്നും UDF ഭരണത്തിൽ ഇപ്പോൾ നിയമവാഴ്ച ഇല്ലാത്ത അവസ്ഥയാണെന്നും പോലീസ് തന്നെ നിയമം ലംഘിക്കുകയാണെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. സജ്ജാദിനെതിരെ അഞ്ചൽ പോലീസ് 6 രാഷ്ട്രീയ കേസുകളാണ് എടുത്തിട്ടുള്ളത്. 2009-2010 വാർഡംഗം എന്ന നിലയിൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടതിനെ തുടർന്നുണ്ടായ കേസുകളാണ് അധികവും. അന്ന് അഞ്ചൽ SI ആയിരുന്ന CL സുധീറിന് സജ്ജാദിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും ഇദ്ദേഹം ഇപ്പോൾ കൊട്ടാരക്കര റൂറൽ SP ഓഫീസിലെ കാപ്പ സെക്ഷൻ ചുമതലക്കാരനായി വന്നപ്പോൾ സജ്ജാദിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുകയായിരുന്നുവെന്നും DYFI കുറ്റപ്പെടുത്തി. DYFI ജില്ലാ പ്രസിഡന്റ് J. ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി G. മുരളീധരൻ സ്വാഗതം പറഞ്ഞു. കൊട്ടാരക്കര MLA അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി, CPIM ജില്ലാ സെക്രട്ടറി K. രാജഗോപാൽ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. ജയമോഹൻ, സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLAയുമായ B. രാഘവൻ, അഡ്വക്കേറ്റ് V. രവീന്ദ്രൻ നായർ, CPIM കൊട്ടാരക്കര ഏരിയ സെക്രട്ടറി SR രമേശ്, DYFI നേതാവ് R. രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.